ഗാസയിൽ സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ സംഘർഷ സാഹചര്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ്. ജൂതപ്പടയുടെ നിയമവിരുദ്ധ വികാസത്തെ ശക്തമായി എതിർത്തിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ പിടിമുറുക്കാനൊരുങ്ങുമ്പോൾ അന്താരാഷ്ട്ര പ്രതിഷേധം ശക്തമാകുന്നു. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ 30-ലധികം പുതിയ കുടിയേറ്റ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള ഇസ്രായേൽ സമീപകാല തീരുമാനത്തെ യൂറോപ്യൻ യൂണിയൻ ശക്തമായി അപലപിച്ചു. വെള്ളിയാഴ്ച പുറത്തിറക്കിയ ഒരു ഔപചാരിക പ്രസ്താവനയിൽ യൂറോപ്യൻ യൂണിയൻ ഈ വിപുലീകരണത്തെ അന്താരാഷ്ട്ര നിയമത്തിന്റെ നഗ്നമായ ലംഘനമെന്നും ദ്വിരാഷ്ട്ര പരിഹാരമെന്ന ദീർഘകാല ലക്ഷ്യത്തിനെതിരായ നേരിട്ടുള്ള ഭീഷണിയാണെന്നും വിശേഷിപ്പിച്ചു. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ 30-ലധികം പുതിയ കുടിയേറ്റ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള ഇസ്രായേലിന്റെ സമീപകാല തീരുമാനം അന്താരാഷ്ട്ര നിയമപ്രകാരം നിയമവിരുദ്ധമാണ്. ഇത് സമാധാനത്തിനും ദ്വിരാഷ്ട്ര പരിഹാരത്തിനുമുള്ള സാധ്യതകളെ ഗുരുതരമായി ദുർബലപ്പെടുത്തുന്നുവെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെ വെസ്റ്റ് ബാങ്കിൽ തങ്ങളുടെ സാന്നിധ്യം വിപുലീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ നടപടികളെ യൂറോപ്യൻ യൂണിയൻ ശക്തമായി അപലപിക്കുന്നു. 2024 ജൂലൈ 19 അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഉപദേശക അഭിപ്രായം നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു. ഈ തീരുമാനങ്ങൾ പിൻവലിക്കാനും അന്താരാഷ്ട്ര നിയമപ്രകാരമുള്ള ബാധ്യതകൾ പാലിക്കാനും അധിനിവേശ പ്രദേശങ്ങളിലെ പലസ്തീൻ ജനതയെ സംരക്ഷിക്കാനും ഇസ്രായേൽ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. പലസ്തീൻ സിവിലിയന്മാർക്കെതിരായ അക്രമത്തെ യൂറോപ്യൻ യൂണിയൻ അപലപിച്ചു. പലസ്തീൻ സിവിലിയന്മാർക്കെതിരായ കുടിയേറ്റക്കാരുടെ തുടർച്ചയായതും വളർന്നുവരുന്നതുമായ ആക്രമണത്തെ ഞങ്ങൾ ഒരുപോലെ അപലപിക്കുന്നു. രണ്ട് ജനാധിപത്യ രാഷ്ട്രങ്ങളായ ഇസ്രായേലും പലസ്തീനും സുരക്ഷിതവും അംഗീകൃതവുമായ അതിർത്തികൾക്കുള്ളിൽ സമാധാനത്തോടെ അടുത്തടുത്തായി ജീവിക്കുന്ന പ്രസക്തമായ UN സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങൾക്ക് അനുസൃതമായി ദ്വിരാഷ്ട്ര പരിഹാരത്തെ അടിസ്ഥാനമാക്കിയുള്ള സമഗ്രവും നീതിയുക്തവും ശാശ്വതവുമായ സമാധാനത്തിനായുള്ള പ്രതിബദ്ധത യൂറോപ്യൻ യൂണിയൻ വീണ്ടും ഉറപ്പിക്കുകയാണ്. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ 34 പുതിയ കുടിയേറ്റ കേന്ദ്രങ്ങൾക്ക് ഇസ്രായേൽ അംഗീകാരം നൽകിയതിനെ ഓർഗനൈസേഷൻസ് ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ വെള്ളിയാഴ്ച അപലപിച്ചു. ഈ തീരുമാനം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ഏപ്രിൽ 1 സർക്കാർ രഹസ്യമായ തീരുമാനമെടുത്തതായി ഇസ്രായേലി അവകാശ സംഘടനയായ പീസ് നൗ വ്യാഴാഴ്ച വൈകി റിപ്പോർട്ട് ചെയ്തു. പലസ്തീൻ പ്രസിഡൻസിയുടെ ഓഫീസ് പദ്ധതിയെ അന്താരാഷ്ട്ര നിയമത്തിന്റെ നഗ്നമായ ലംഘനമെന്ന് അപലപിച്ചു. ഇസ്രായേൽ സർക്കാരിൽ നിന്നും ഉടനടി ഒരു പ്രതികരണവും ഉണ്ടായില്ലെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2022 ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വലതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം അംഗീകരിച്ച 68 കുടിയേറ്റങ്ങൾക്ക് പുറമെയാണ് വ്യാഴാഴ്ച അംഗീകരിച്ച 34 കുടിയേറ്റങ്ങളും എന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.